നെക്സ്റ്റ് യൂണിറ്റ് 3 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. സോ യൂണിറ്റ് 3 10 മാർക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പാരാസിമ്പതോലൈറ്റിക്സ് ക്ലാസിഫൈ ചെയ്യുക വിത്ത് എക്സാമ്പിൾ, ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷനും അതിൻ്റെ തെറാപ്യൂട്ടിക് യൂസും എട്രോപ്പിൻ്റെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പാരാസിമ്പതോലൈറ്റിക്സ് എന്താണെന്നുള്ള ഡെഫിനിഷൻ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക. ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ അട്രോപ്പിനാണ് അവിടുത്തെ പ്രോട്ടോ ടൈപ്പായിട്ട് നമ്മൾ പഠിച്ചേക്കുന്നത്. സോ അട്രോപ്പിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് ഓൺ CNS എന്താണ്, CVS എന്താണ്, എൻഡോക്രൈനിൽ എന്താ, സ്കെലിറ്റൽ മസിൽ എന്താ, GIT ആക്ഷൻസ് എന്താ, ഇങ്ങനെ എല്ലാ ഫാർമക്കോളജിക്കൽ ആക്ഷൻസും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തെറാപ്യൂട്ടിക് യൂസ്, അട്രോപ്പിൻ്റെ തെറാപ്യൂട്ടിക് യൂസസ് എന്താണെന്നുള്ള കാര്യങ്ങളും കൂടെ എഴുതാം. അപ്പോൾ ഈ ഒരു ഫാർമക്കോളജിക്കൽ ആക്ഷനും തെറാപ്യൂട്ടിക് യൂസും ആണ് ചോദിച്ചിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് ADRും കാര്യങ്ങളൊക്കെ അറിയും, അട്രോപ്പിൻ്റെ അറിയുമെങ്കിൽ നിങ്ങൾക്ക് അതും ഇവിടെ ആഡ് ചെയ്യാം. അതായത് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം. അടുത്തത് അഡ്രിനർജിക് ഡ്രഗ്സ് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ക്ലാസിഫൈ എന്ന് ചോദിച്ചാലും എന്താണെന്നുള്ളത് ഒരു ഡെഫിനിഷനായിട്ട് ആദ്യം തന്നെ ഒന്ന് നിങ്ങൾ കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എന്താണെന്നുള്ള ഒരു ഡെഫിനിഷൻ പറയുക. അതായത് വാട്ട് ഈസ് അഡ്രിനർജിക് ഡ്രഗ് എന്നുള്ള ഒരു ഡെഫിനിഷൻ എഴുതിയിട്ട് ദെൻ ക്ലാസിഫിക്കേഷൻ ഹെഡിങ് കൊടുക്കുക. ഡ്രഗ്സിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക. അപ്പോൾ ഓരോ ക്ലാസ്സിൽ നിന്നും, അതായത് എല്ലാ ക്ലാസ്സും നിങ്ങൾ എഴുതണം. പക്ഷേ ഓരോ ക്ലാസ്സിലും ഇപ്പോൾ ഒരുപാട് ഡ്രഗ്സിൻ്റെ പേര് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു 2 ഡ്രഗിൻ്റെ എക്സാമ്പിളെങ്കിലും മിനിമം എഴുതിയാൽ മതി. ബട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയെങ്കിൽ കൂടുതൽ എഴുതാം. പക്ഷേ എല്ലാ ക്ലാസ്സും അവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം. ഒരു 3 ക്ലാസിഫിക്കേഷൻ ഒരു 3 ക്ലാസ് എഴുതി ഓരോന്നിലും 4 ഡ്രഗ് വെച്ച് എഴുതി. പക്ഷേ അവിടെ ഒരു ഇനിയും ക്ലാസ്സസ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ക്ലാസ്സും അവിടെ ഇൻക്ലൂഡ് ആയിരിക്കണം വിത്ത് ഒരു 2 എക്സാമ്പിളെങ്കിലും എഴുതാം. പിന്നെ എപ്പോഴും എഴുതുമ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഡ്രഗ്സിൻ്റെ പേരിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാവാൻ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഇല്ലാതെ വേണം ഡ്രഗ്സ് എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ എന്താണ് അഡ്രിനർജിക് ഡ്രഗ്സ് എന്ന് ഡിഫൈൻ ചെയ്യുക, ദെൻ ഡ്രഗിനെ ക്ലാസിഫൈ ചെയ്യുക. പിന്നെ ഇവിടെ അഡ്രിനാലിനാണ് പ്രോട്ടോടൈപ്പ്. സോ അഡ്രിനാലിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ, ADR, തെറാപ്യൂട്ടിക് യൂസ്, ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഓൺ എല്ലാ സിസ്റ്റത്തിലുള്ള ആക്ഷൻസ് എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഹെഡിങ് കൊടുത്ത് എഴുതുക, ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഹെഡിങ് കൊടുക്കുക, അഡ്വേഴ്സ് എഫക്റ്റ് ഹെഡിങ് കൊടുക്കുക, തെറാപ്യൂട്ടിക് യൂസ് ഹെഡിങ് കൊടുക്കുക. എല്ലാം ഹെഡിങ് വൈസ് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ എഴുതണം. കാര്യം വാല്യൂ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ, അതായത് ഒരു ക്വസ്റ്റ്യനിൽ എന്തൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഈ എല്ലാ സബ് ക്വസ്റ്റ്യൻസും അതിലുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് മാർക്ക് ഇടുള്ളൂ. സോ ഓരോ ഇതും നിങ്ങൾ സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്ത് തന്നെ അവിടെ എഴുതണം. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ന്യൂറോ മസ്കുലാർ ബ്ലോക്കിംഗ് ഏജൻസിൻ്റെ ക്ലാസിഫിക്കേഷനും ട്യൂബോകുറാറിൻ്റെ ഫാർമക്കോളജി എന്ന് ഒരു ക്വസ്റ്റ്യൻ തന്നാൽ, അതായത് ഫാർമക്കോളജി ഓഫ് ഒരു ഡ്രഗിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡ്രഗിനെ കുറിച്ച് കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതണം. അതാണ് ഫാർമക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ട്യൂബോകുറാറിൻ്റെ ഫാർമക്കോളജി എന്ന് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ട്യൂബോകുറാറിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വേണം, അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് വേണം, അതിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റുകൾ വേണം, അതിൻ്റെ യൂസ് വേണം. ഇത്രയും കാര്യങ്ങൾ, അതിൻ്റെ കൂടെ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഒക്കെ വേണം. ബട്ട് നമുക്ക് കോൺട്രാ ഇൻഡിക്കേഷൻസ് നിങ്ങൾക്ക് സിലബസിൽ ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഇല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും എഴുതണം. ഒരു ഫാർമക്കോളജി ഓഫ് അഡ്രിനാലിൻ അല്ലെങ്കിൽ ഫാർമക്കോളജി ഓഫ് സിംവാസ്റ്റാറ്റിൻ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, ആ ഒരു ഡ്രഗിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ ട്യൂബോകുറാറിനാണ്. അപ്പോൾ ആദ്യം തന്നെ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻസിനെ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ യു ഷുഡ് റൈറ്റ് ദി ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുക വാട്ട് ഈസ് ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻസ് എന്ന്, ദെൻ ക്ലാസിഫിക്കേഷൻ, ദെൻ ട്യൂബോകുറാറിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, തെറാപ്യൂട്ടിക് യൂസ്, അഡ്വേഴ്സ് എഫക്റ്റ്, ഇത്രയും കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ബ്രീഫ്ലി ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ. ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇമ്പൾസ് കണ്ടക്ഷനും ആ ഒരു 3 സ്റ്റെപ്സ് വരുന്ന ആ ഒരു കാര്യമാണ്. സോ എന്താണ് ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ എന്നൊരു ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഇൻട്രോ കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് എഴുതി പോവുക.
നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഒരു നിങ്ങൾക്ക് എഴുതാം. ലൈക്ക് നമ്മൾ അഡ്രിനാലിൻ, അസ്റ്റൈൽ കോളിനൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് പറയാം. അതായത് അതെങ്ങനെ ഫോം ചെയ്യുന്നു, എവിടെ സ്റ്റോർ ചെയ്യുന്നു. നമ്മളിപ്പോൾ അസ്റ്റൈൽ കോളിനാണെങ്കിൽ അസറ്റേറ്റും കോളിനും കൂടെ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് ആ ഒരു സ്റ്റെപ്സ് അറിയാമല്ലോ, അതിൻ്റെ ആ ഒരു സിന്തസൈസ്. സോ നിങ്ങൾക്ക് ആ ഒരു സിന്തസൈസും അത് വെസിക്കിളിൽ സ്റ്റോർ ചെയ്യുന്നു, എക്സോസൈറ്റോസിസ് വഴി റിലീസ് ചെയ്യുന്നു, റിലീസായിട്ട് റിസപ്റ്റാറിൽ ബൈൻഡ് ചെയ്ത് ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് തരുന്നു. സോ നിങ്ങൾ ആ ജനറൽ സ്റ്റെപ്സ് ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിഷൻ്റെ ജനറൽ സ്റ്റെപ്സ് ആയി തന്നെ എഴുതിയിട്ട് യു ഷുഡ് റൈറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സാമ്പിൾ, അഡ്രിനാലിൻ വേണമെങ്കിൽ അത് എഴുതാം, അസ്റ്റൈൽ കോളിൻ വേണമെങ്കിൽ അത് എഴുതാം. അങ്ങനെ ഏതെങ്കിലും ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എക്സാമ്പിളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് വേരിയസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റർ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ന്യൂറോ ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് ഒരു ബ്രീഫായിട്ടൊരു ഒരു 2-3 ലൈൻസിലൊരു ഇൻട്രോ പോലെ കൊടുക്കുക. ദെൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് എക്സാമ്പിൾ പറയാം. ലൈക്ക് അഡ്രിനാലിൻ, അസ്റ്റൈൽ കോളിൻ, ഡോപ്പമൈൻ, സെറോട്ടോണിൻ, ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻ, അങ്ങനെ കുറേ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പഠിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസാണ് ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ അഡ്രിനാലിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അസ്റ്റൈൽ കോളിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഡോപ്പമൈൻ്റെ എന്താ, ഹൈഡ്രോക്സി ട്രിപ്റ്റമൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, ഹിസ്റ്റമൈൻ്റെ ഇമ്പോർട്ടൻസ് എന്താ. നമ്മൾ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററും സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ പത്തോഫിസിയോളജിക്കൽ റോൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അതേ സംഭവം തന്നെ ഇവിടെ നിങ്ങൾക്ക് എഴുതിയാൽ മതി. അപ്പോൾ ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെയും റോൾ എന്താണ്, അല്ലെങ്കിൽ അത് എന്തിനാണ് നമ്മുടെ ബോഡിയിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ള കാര്യം ആസ് സച്ച് അങ്ങനെ തന്നെ അത് എഴുതിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതായത് ആദ്യം തന്നെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഇന്നതൊക്കെയാണ്. ആ ലിസ്റ്റ് ഔട്ടൊക്കെ ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് ഹെഡിങ് കൊടുക്കുക. ഹെഡിങ് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഓരോ ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ എന്ന് ഇടാം, അഡ്രിനാലിൻ അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതി പോവുക. ബി അസ്റ്റൈൽ കോളിന് ഹെഡിങ് കൊടുക്കുക, അതിൻ്റെ ഇമ്പോർട്ടൻസ് എഴുതുക. അങ്ങനെ ആ രീതിയിൽ സിഗ്നിഫിക്കൻസ് എഴുതിയാൽ മതി. അടുത്തത് ഡിസ്ക്രൈബ് ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ ഇൻ അഡ്രിനർജിക് നെർവസ് സിസ്റ്റം. സോ അഡ്രിനർജിക് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അഡ്രിനാലിൻ, നോറഡ്രിനാലിൻ, ഡോപ്പമൈൻ്റെ ഒക്കെ ട്രാൻസ്മിഷനാണ്. അപ്പോൾ എന്താണ് ന്യൂറോ ഹ്യൂമറൽ ട്രാൻസ്മിഷൻ, ബേസിക് സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ഇൻ കേസ് അഡ്രിനർജിക് സിസ്റ്റം ആയതുകൊണ്ട് അവിടുത്തെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അഡ്രിനാലിൻ ആൻഡ് നോറഡ്രിനാലിനാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് വരുന്നത്. സോ അതിൻ്റെ ന്യൂറോ ട്രാൻസ്മിഷൻ എങ്ങനെയാണ്, അഡ്രിനാലിൻ എങ്ങനെ ഫോം ചെയ്യുന്നു, എവിടെ സ്റ്റോർ ചെയ്യുന്നു, എങ്ങനെ റിലീസാകുന്നു, റിലീസായിട്ടത് അഡ്രിനർജിക് റിസപ്റ്റാർസിൽ ചെന്ന് ബൈൻഡ് ചെയ്യുന്നു എന്ന് പറയാം. അതായത് ആൽഫ ബീറ്റ അഡ്രിനർജിക് റിസപ്റ്റാറിൽ ബൈൻഡ് ചെയ്യുന്നു. ആ റിസപ്റ്റാറിൽ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ആക്ഷൻ തരുന്നു, ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻറ്റി കോളിൻ എസ്റ്ററേസിനെ ക്ലാസിഫൈ ചെയ്ത് യൂസ് എഴുതാനാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ആൻറ്റി കോളിനർജിക്സ് ഉണ്ട്, ആൻറ്റി കോളിൻ എസ്റ്ററേസുകളുണ്ട്. ഒരിക്കലും ഇത് തിരിഞ്ഞു പോകരുത്, രണ്ടും ഓപ്പോസിറ്റ് ആക്ഷൻ തരുന്ന ഡ്രഗ്സാണ്. ആൻറ്റി കോളിനർജിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളിനർജിക് ഡ്രഗിൻ്റെ ഓപ്പോസിറ്റ് ആക്ഷൻ തരുന്ന ആൾക്കാരാണ് ആൻറ്റി കോളിനർജിക്സ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ആൻറ്റി കോളിൻ എസ്റ്ററേസ് എന്നാണ്. ആൻറ്റി കോളിൻ എസ്റ്ററേസ് എന്ന് പറഞ്ഞാൽ കോളിൻ എസ്റ്ററേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഡ്രഗ്സാണ്. കോളിൻ എസ്റ്ററേസ് എൻസൈമാണ് അസ്റ്റൈൽ കോളിനെ ഹൈഡ്രലൈസ് ചെയ്ത് അസറ്റേറ്റും കോളിനുമാക്കി മാറ്റുന്നത്. അപ്പോൾ അസ്റ്റൈൽ കോളിൻ്റെ ലെവല് കുറഞ്ഞു പോകും ബോഡിയിൽ. അപ്പോൾ ആ കുറയുന്ന അസ്റ്റൈൽ കോളിൻ്റെ ലെവലിനെ കൂട്ടി നിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ അസ്റ്റൈൽ കോളിൻ്റെ ഡീഗ്രഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഡ്രഗാണ് ആൻറ്റി കോളിൻ എസ്റ്ററേസ്. അതായത് ഫൈസോസ്റ്റിക്മിൻ, നിയോസ്റ്റിക്മിൻ, പിരിഡോസ്റ്റിക്മിൻ, ടാക്കറിൻ, ആ ഒരു ക്ലാസ് ഡ്രഗാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആൻറ്റി കോളിൻ എസ്റ്ററേസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ യൂസ് എന്ന് പറയുമ്പോൾ അതിൽ ഫൈസോസ്റ്റിക്മിൻ, നിയോസ്റ്റിക്മിൻ, പിരിഡോസ്റ്റിക്മിൻ, ടാക്കറിൻ, ഡോണേപ്പിസിൽ, അങ്ങനെ കുറേ ഡ്രഗ് വരുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ യൂസസ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഫൈസോസ്റ്റിക്മിൻ, നിയോസ്റ്റിക്മിൻ അതൊക്കെ വരുമ്പോൾ നമ്മൾ ഗ്ലോക്കോമയ്ക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നിയോസ്റ്റിക്മിൻ ആണെങ്കിൽ മയാസ്തീനിയ ഗ്രാവിസ് ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ദെൻ കോബ്രാബൈറ്റിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡൊണേപ്പിസിൽ, ടാക്രിൻ പോലത്തെ ഡ്രഗ് ആണെങ്കിൽ അൽഷിമേസ് ട്രീറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെ യൂസസ് നിങ്ങൾ കോമൺ ആയിട്ട് എല്ലാത്തിൻ്റെയും ആൻറ്റിക്കോളിൻ എസ്റ്ററേസിൻ്റെ യൂസ് എന്ന് പറഞ്ഞ് എഴുതാം. സോ ഓരോ യൂസ് ചെയ്തുമ്പോഴും അതിൻ്റെ ഒരു ഹൈഫനിട്ട് ഏത് ഡ്രഗ് ആണെന്നുള്ളത് എഴുതാം. ഇപ്പോൾ യൂസസ് എന്ന് പറഞ്ഞിട്ട് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് അൽഷിമേസ് ഡിസീസ് ഒരു ഹൈഫനിട്ട ഡ്രഗിൻ്റെ പേര് ടാക്രിൻ ഡൊണേപ്പിസിൽ എഴുതാം. അടുത്തത് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് മയാസ്തീനിയ ഗ്രാവിസ്, അത് ഹൈഫനിട്ട് എഴുതാം നിയോസ്റ്റിക്മിൻ. അങ്ങനെ നിങ്ങൾ ഓരോന്നും ആ രീതിയിൽ വേണം അവിടെ ആൻസറുകൾ എഴുതി പോകാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്
മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ഫൈസോസ്റ്റിക്മിൻ ആണ്. അതായത് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫൈസോസ്റ്റിക്മിൻ ഇറ്റ് ഈസ് ആൻ ആൻറ്റി കോളിൻ എസ്ട്രേസ് ആണ്. ഇവരെന്താ ചെയ്യുന്നത്? കോളിൻ എസ്ട്രേസ് എൻസൈമിനെ പോയി ഇൻഹിബിറ്റ് ആക്കുന്നു. അതാണ് അവരുടെ മെക്കാനിസം. ദെൻ അതിൻ്റെ ആ ഒരു തെറാപ്യൂട്ടിക് യൂസും എഴുതാം. അടുത്തത് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്ങിൻ്റെ ക്ലിനിക്കൽ സൈൻ ആൻഡ് മാനേജ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ് എന്താണ്, എങ്ങനെ അത് ട്രീറ്റ് ചെയ്യാം? അപ്പോൾ അവിടെ മെയിനായിട്ടും നിങ്ങൾ ഓർഗാനോ ഫോസ്ഫറസ് ഡ്രഗ് ആൻറ്റികോളിൻ എസ്ട്രേസിൽ വരുന്ന ഡ്രഗ് ആണെന്നുള്ളത് പറയണം. ഇനി അത് മെയിനായിട്ടും അതിൻ്റെ ആ ഒരു തെറാപ്യൂട്ടിക് മീൻസ് അതിൻ്റെ പോയ്സണിങ്ങിൻ്റെ തെറാപ്യൂട്ടിക് ആയിട്ട് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുമ്പോൾ അവിടെ ആൻറ്റിഡോട്ട് ഏതാണെന്നുള്ളത് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിരിക്കണം. സോ നമ്മളിവിടെ 2 ആൻറ്റിഡോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയ്സണിങ് എഴുതുമ്പോൾ പോയ്സണിങ് വരുമ്പോഴുള്ള സിംറ്റംസ് എന്തൊക്കെയാണ് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ് വരുമ്പോഴുള്ള സിംറ്റംസ്. ദെൻ ട്രീറ്റ്മെൻറ്റിന് ഹെഡിങ് കൊടുക്കുക. നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്ന കുറച്ച് ട്രീറ്റ്മെൻറ്റ് മെഷേഴ്സ് ഉണ്ട്, അത് പറയാം. ദെൻ ആൻറ്റിഡോട്ട് ഫോർ ഹിയർ അട്രോപ്പിൻ ആൻഡ് പ്രാലിഡോക്സിമാണ് ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കുന്നത്. അട്രോപ്പിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ടു റിവേഴ്സ് മസ്കാരനിക് ആയിട്ടുള്ള ആക്ഷൻസ്. മസ്കാരനിക് ആൻറ്റഗോണിസ്റ്റ് ആണ് അട്രോപ്പിൻ. സോ മസ്കാരനിക് സിംറ്റംസ് അല്ലെങ്കിൽ മസ്കാരനിക് ആക്ഷൻസിനെ റിവേഴ്സ് ചെയ്യാനാണ് അട്രോപ്പിൻ കൊടുക്കുന്ന. ഡോസ് എത്രയാണെന്ന് പറയണം. ദെൻ പാരഡോക്സിമാണ്. പാരഡോക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആൻറ്റിഡോട്ടാണ് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്ങിൻ്റെ. സോ അതിൻ്റെ ആ ഒരു മെക്കാനിസവും കാര്യങ്ങളും അവിടെ പറയാം, അതിൻ്റെ ഡോസ് എഴുതാം. അത്രയും കാര്യങ്ങൾ എഴുതുമ്പോഴാണ് ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ് കംപ്ലീറ്റ് ആവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരാസിമ്പതോ ലൈറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ ADRകളാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് യു ഷുഡ് ഡിഫൈൻ വാട്ട് ഈസ് പാരാസിമ്പതോ ലൈറ്റിക്, ദെൻ ക്ലാസിഫൈ, അതിനുശേഷം അതിൻ്റെ ADRകൾ എഴുതാം. ഓക്കെ. ദെൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് അട്രോപ്പിൻ. സോ അട്രോപ്പിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പാരാസിമ്പതോ ലൈറ്റിക്സിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് എന്താണോ അതാണ് അട്രോപ്പിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ. സോ യു ഷുഡ് റൈറ്റ് ഡയറക്ട്ലി ഫാർമക്കോളജിക്കൽ ആക്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ഓഫ് അഡ്രിനാലിൻ ആണ്. സോ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാം. ഓരോ സിസ്റ്റത്തിൽ CNS, CVS, GIT, ദെൻ സ്കെൽട്ടൽ മസിൽ, എൻഡോക്രൈൻ എല്ലായിടത്തുള്ള ഈ ഒരു അഡ്രിനാലിൻ്റെ എന്താണ് ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ എഴുതിയാൽ മതി. അടുത്തത് ഡിസ്ക്രൈബ് ഡെയിൽസ് വാസോമോട്ടാർ റിവേഴ്സൽ. ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ അഡ്രിനാലിനുമായിട്ട് റിലേറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ഈ ഒരു വാസോമോട്ടാർ റിവേഴ്സൽ ഓഫ് അഡ്രിനാലിൻ അല്ലെങ്കിൽ വാട്ട് ഈസ് ഡെയിൽസ് റിവേഴ്സൽ ഫിനോമിന ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അഡ്രിനാലിൻ ലാർജ് ഡോസിൽ അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈഫേസിക് റെസ്പോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് 2 രീതിയിലുള്ള റെസ്പോൺസ് കാണിക്കും. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു അഡ്രിനാലിൻ നമ്മൾ ഹയർ ഡോസിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മളിൽ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്ത പേഷ്യൻറ്റിൽ ഒരു വാസോ കൺസ്ട്രക്ഷൻ ആയിരിക്കും അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് അഡ്രിനാലിൻ്റെ നോർമൽ ആക്ഷൻ എന്താ? വാസോ കൺസ്ട്രക്ടറാണ് അഡ്രിനാലിൻ ആൻഡ് ഇറ്റ് വിൽ ഇൻക്രീസസ് ദി ബ്ലഡ് പ്രഷർ. സോ ഇൻ കേസ് വെൻ വി അഡ്മിനിസ്റ്റർ ലാർജ് ഡോസ് അഡ്രിനാലിൻ ഇറ്റ് വിൽ പ്രൊഡ്യൂസസ് വാസോ കൺസ്ട്രക്ഷൻ ബിക്കോസ് ദ അഡ്രിനാലിൻ വിൽ bind to the alpha-1 adrenoreceptors. Okay. So first of all adrenaline ചെന്ന് alpha-1 adrenoreceptorൽ bind ചെയ്യുന്നു. They will produce vasoconstriction action. So blood pressure will be increased. Okay. ഇനി കുറേ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അഡ്രിനാലിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞ് വരുന്നു. സോ കുറഞ്ഞ് കഴിയുമ്പോൾ ബോഡിയിലുള്ള അഡ്രിനാലിൻ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ലോ കോൺസെൻട്രേഷനിലുള്ള അഡ്രിനാലിൻ ആണെങ്കിൽ അതിന് β2 റിസപ്റ്റാറിൽ ചെന്ന് ബൈൻഡ് ചെയ്യാനുള്ള ആ ഒരു കഴിവേ ഉള്ളൂ. അതായത് ആൽഫയിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ലോ ഡോസ്, അതായത് ആദ്യം കൊടുക്കുമ്പോൾ ഹയർ ഡോസ് ആയിരുന്നു, കുറേ കഴിയുമ്പോൾ ബോഡിയിൽ ഡീഗ്രേഡ് ചെയ്ത് അഡ്രിനാലിൻ്റെ ഡോസ് കുറയുന്നു. സോ കുറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇൻ ലോ കോൺസെൻട്രേഷൻ അഡ്രിനാലിൻ വിൽ ബൈൻഡ് ടു ദി β2 അഡ്രിനർജിക് റിസപ്റ്റാർസ് ആയിരിക്കും. സോ ദിസ് വിൽ പ്രൊഡ്യൂസസ് എ വാസോ ഡയലേഷൻ. സോ the blood pressure will be decreased. So first effect എന്തായിരുന്നു? blood pressure will increased by vasoconstriction action of adrenaline. So after that the blood pressure will decreased. So ഇവിടെ 2 രീതിയിലുള്ള ആ ഒരു അല്ലെങ്കിൽ 2 റെസ്പോൺസ് ആണ് അഡ്രിനാലിൻ തന്നത്. സോ ഇതിനെ നമ്മളൊരു ബൈഫേസിക് റെസ്പോൺസ് എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ആൽഫ ബ്ലോക്കിംഗ് ഡ്രഗ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ആൽഫ ബ്ലോക്കേഴ്സ് അഡ്മിനിസ്റ്റർ ചെയ്തു,
അതിനുശേഷം നമ്മൾ അഡ്രിനാലിൻ വീണ്ടും അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അഡ്രിനാലിൻ ആക്ച്വലി BP കൂട്ടേണ്ട ആളാണ്, ബട്ട് ഒരു ആൽഫ ബ്ലോക്കിംഗ് ഏജൻറ്റ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഓൾറെഡി ഈ ഡ്രഗ് ചെന്ന് ആൽഫ റിസപ്റ്റാറിൽ ബൈൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അഡ്രിനാലിൻ പിന്നെ കൊടുത്താലും അഡ്രിനാലിന് ബൈൻഡ് ചെയ്യാനായിട്ട് ആൽഫ റിസപ്റ്റർ അവിടെ ഫ്രീ അല്ല. സോ അഡ്രിനാലിൻ വിൽ ബൈൻഡ് ഓൺ ദി β2 അഡ്രിനോ റിസപ്റ്റാർസ് ആൻഡ് പ്രൊഡ്യൂസസ് വാസോഡൈലേഷൻ ആൻഡ് ദിസ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ദി ബ്ലഡ് പ്രഷർ. സോ ഈ ഒരു ഫിനോമിനാനെ നമ്മൾ പറയുന്നതാണ് ഡെയിൽ റിവേഴ്സൽ ഫിനോമിന എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രണ്ട് ഫേസ് അല്ലെങ്കിൽ രണ്ട് ബയോഫേസിക് റെസ്പോൺസാണ് ഈ ഒരു അഡ്രിനാലിൻ ഇൻ ലാർജ് ഡോസിൽ കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ഡെയിൽസ് വാസോമോട്ടർ റിവേഴ്സൽ എന്ന് പറയുന്നത്. അടുത്തത് ന്യൂറോ മസ്കുലാർ ബ്ലോക്കേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ദെൻ മെക്കാനിസം ഓഫ് ആക്ഷനും ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനിഷൻ ചെയ്താൽ ന്യൂറോമസ്കുലർ ബ്ലോക്കിംഗ് ഏജൻറ്റ്സ് എന്താണെന്ന്, ഡ്രഗ്സിൻ്റെ ക്ലാസിഫൈ ചെയ്യുക, മെക്കാനിസം ചെയ്താൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോക്കൽ അനസ്തറ്റിക്സിൻ്റെ ക്ലാസിഫിക്കേഷനും ലിഗ്നോക്കൈൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ലോക്കൽ അനസ്തറ്റിക്സ് എന്ന് എഴുതണം. അപ്പോൾ ലോക്കൽ അനസ്തറ്റിക്സ് എഴുതുമ്പോൾ നിങ്ങളുടെ ഡെഫിനിഷനിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ വിത്തൗട്ട് പ്രൊഡ്യൂസിങ് അൺകോൺഷ്യസ്നെസ്. ഓക്കെ, അത് ഈ ലോക്കൽ അനസ്തറ്റിക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷനിൽ വരേണ്ടതാണ്. വിത്തൗട്ട് അൺകോൺഷ്യസ്നെസ് ആണ്. ആൻഡ് റിവേഴ്സിബിൾ ലോസ് ഓഫ് സെൻസേഷൻ ഇൻ എ റെസ്ട്രിക്റ്റഡ് ഏരിയ അല്ലെങ്കിൽ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ എന്നുള്ളതും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആക്ഷനാണ്. സോ ആ രണ്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എഴുതണം. ഇൻ കേസ് ജനറൽ അനസ്തറ്റിക് ആണെങ്കിൽ റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ ആണത്. ഓക്കെ, ബോഡിയിലെ കംപ്ലീറ്റ് സെൻസേഷൻ ലോസായി. സോ റിവേഴ്സിബിൾ ലോസ് ഓഫ് ഓൾ സെൻസേഷൻ വിത്ത് ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം അത് എഴുതാനായിട്ട്. മറ്റതിൽ കോൺഷ്യസ്നെസ് ഇല്ല, വിത്തൗട്ട് അൺകോൺഷ്യസ്നെസ്സും ഇവിടെ ലോസ് ഓഫ് കോൺഷ്യസ്നെസ്സും ആണ്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ജനറലും ലോക്കലും എഴുതുമ്പോൾ. സോ ഫസ്റ്റ് ഈ ഒരു ഡെഫിനിഷൻ എഴുതാം ലോക്കൽ അനസ്തറ്റിക്സിൻ്റെ. ദെൻ ലിഗ്നോക്കൈൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിക്കുമ്പോൾ യു ഷുഡ് ഡ്രോ ദി ഫിഗർ. ഏത് റിസപ്റ്റാറിൽ ബൈൻഡ് ചെയ്യുന്നു ആ ഒരു വിത്ത് മെക്കാനിസത്തിൽ ഫിഗർ വെച്ചിട്ട് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഫാർമക്കോളജിക്കൽ ആക്ഷൻ ആൻഡ് അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് ലിഗ്നോക്കൈനാണ് ചോദിച്ചേക്കുന്നത്. സോ ആ ഒരു ലോക്കൽ അനസ്തറ്റിക്സിൽ വരുന്ന സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ നിങ്ങൾ എന്താ അതിൻ്റെ ഫാർമക്കോളജിക്കൽ ആക്ഷൻ എഴുതാം, ദെൻ അതിൻ്റെ ADR എഴുതാം. അടുത്ത ക്വസ്റ്റ്യനും അങ്ങനെ തന്നെയാണ് വന്നേക്കുന്നത്. മെക്കാനിസം ആൻഡ് ADR ചോദിച്ചിരിക്കുന്നത്. ദെൻ തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ലോക്കൽ അനസ്തറ്റിക്സ്. നമ്മൾ ചെറിയ മൈന്യൂട്ട് സർജറികൾ ചെയ്യുക, ലൈക്ക് ഡെൻ്റൽ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മീൻസ് മൈന്യൂട്ടായിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ ഒരു അനസ്തറ്റിക് എഫക്റ്റ് വേണ്ട ടൈമിലാണ് നമ്മൾ ലോക്കൽ അനസ്തറ്റിക്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു യൂസസ് ആ രീതിയിൽ എഴുതുക. തെറാപ്യൂട്ടിക് യൂസ് ഓഫ് ലോക്കൽ അനസ്തറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ലോക്കൽ അനസ്തറ്റിക്സ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ലോക്കൽ അനസ്തറ്റിക് എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഡെഫിനിഷൻ അവിടെ പറയാം. അതിനുശേഷം അതിൻ്റെ ലോക്കൽ അനസ്തറ്റിക് യൂസസ് എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്, ഒന്ന് നമ്മൾ മൈനറായിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതായത് ഓപ്പറേഷൻ പോലെ, അതായത് മൈന്യൂട്ട് മീൻസ് മൈനർ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ ഒരു പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കാൻ എന്നല്ല, പെയിൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ അനസ്തറ്റിക്സ് കൊടുക്കുന്നത്. സോ എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ, ഒന്ന് പെയിൻഫുൾ കണ്ടീഷൻസ് ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഡ്യൂറിങ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മൈന്യൂട്ട് സർജറിയുടെ ടൈമിൽ ടു റിലീവ് പെയിൻ അല്ലെങ്കിൽ ടു പ്രിവെൻറ്റ് പെയിൻ ഡ്യൂറിങ് മൈന്യൂട്ട് ഓപ്പറേഷൻസ്, അതുപോലെ ഫോർ ഡെൻ്റൽ പർപ്പസിന് നമ്മൾ ലോക്കൽ അനസ്തറ്റിക്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറയാം. ടൂത്ത് എക്സ്ട്രാക്ഷൻ അങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ലോക്കൽ അനസ്തറ്റിക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ലോക്കൽ അനസ്തറ്റിക്സിൻ്റെ കേസിൽ എഴുതാം. ഓക്കെ, ടോപ്പിക്കൽ അനസ്തേഷ്യയ്ക്ക് വേണ്ടിയിട്ട്, ദെൻ എപ്പിഡ്യൂറൽ ബ്ലോക്ക് അനസ്തറ്റിക്സ്, സ്പൈനൽ ബ്ലോക്ക് അനസ്തേഷ്യയ്ക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ ലോക്കൽ അനസ്തറ്റിക്സ് മെയിനായിട്ടും കൊടുക്കുന്നത്. ഓക്കെ, മൈന്യൂട്ട് ഓപ്പറേറ്റീവ് പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു രീതിക്ക് അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു യൂസ് നിങ്ങൾ
എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ലോക്കൽ അനസ്തെറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറിനൊക്കെ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡയഗ്നോസ് ചെയ്യണം, ബട്ട് ഇറ്റ് ഈസ് എ പെയിൻഫുൾ പ്രൊസീജിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുത്തിട്ടായിരിക്കും ആ ഒരു ചെറിയ പ്രൊസീജിയർ ബോഡിയിൽ ചെയ്യുന്നത്. സോ ഡയഗ്നോസ്റ്റിക് പർപ്പസിന് നമ്മൾ ലോക്കൽ അനസ്തെറ്റിക്സ് ഉപയോഗിക്കുന്നുണ്ട്, തെറാപ്യൂട്ടിക് പർപ്പസിന് കൊടുക്കുന്നുണ്ട്. ദെൻ പ്രീ ഓപ്പറേറ്റീവ് യൂസസ്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ചെറിയ മൈന്യൂട്ട് പെയിൻസ് അതിനെ റിലീഫ് ചെയ്യാനും ഈ പറയുന്ന പോലെ ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നുണ്ട്. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂസസും ഉണ്ട്, അതായത് ഓപ്പറേഷന് മുന്നും ശേഷം ഉണ്ടാകുന്ന പെയിൻ റിലീഫ് ചെയ്യാനും നമ്മൾ ഈ ഒരു ലോക്കൽ അനസ്തെറ്റിക്സ് കൊടുക്കുന്നുണ്ട്. സോ അതൊക്കെയാണ് ലോക്കൽ അനസ്തെറ്റിക്സിൻ്റെ തെറാപ്യൂട്ടിക് യൂസ്. ഇത് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താ ലോക്കൽ അനസ്തെറ്റിക്സും ഏതൊക്കെ ഡ്രഗ്സാണ് ലോക്കൽ അനസ്തെറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ഗ്ലോക്കോമ ഡെഫിനിഷൻ ആൻഡ് ഡ്രഗ്സ് ആണ്. സോ എന്താ ഗ്ലോക്കോമ എന്ന് പറയാം, അതിന് ശേഷം അതിൻ്റെ ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻ. നോട്ട് ഓൺ ഡ്രഗ്സാണ് ചോദിച്ചേക്കുന്നത്. സോ നോട്ട് ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ഡ്രഗിൻ്റെ എല്ലാ കാര്യങ്ങളും എഴുതണം, അതായത് ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ, അഡ്വേഴ്സ് എഫക്റ്റ്, യൂസ്, ഇത്ര കാര്യങ്ങൾ അവിടെ വരണം. ദെൻ മയാസ്തീനിയ ഗ്രാവിസിൻ്റെ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെൻ്റ് ആണ്. സോ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്റ്റുകൾ, അമ്ലിയോറേറ്റീവ് ടെസ്റ്റുകളും അങ്ങനത്തെ കുറച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട്, ഡീറ്റോബോക്കുറാറിനൊക്കെ കൊടുത്തിട്ടുള്ള ടെസ്റ്റുകൾ. സോ എഡ്രോഫോണിയൻ ടെസ്റ്റൊക്കെ വരുന്നുണ്ട്, അപ്പോൾ ആ ടെസ്റ്റുകൾ അവിടെ എഴുതാം. ദെൻ മാനേജ്മെൻറ്റ് മീൻസ് ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ്. സോ അവിടെ നിയോസ്റ്റിഗ്മിൻ കൊടുക്കുന്നതും അതുപോലെ കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുക്കുന്നുണ്ട്, തൈമക്ടമി പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്, അതുപോലെ ഇമ്മ്യൂണോ സപ്രസൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും കാര്യങ്ങളും നോട്ടായിട്ട് അവിടെ എഴുതാം. നെക്സ്റ്റ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് ANS, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് ചോദിച്ചേക്കുന്നത്. സോ അതൊരു 3-4 പോയിൻറ്റ്സ് എഴുതാം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, അതിൻ്റെ അണ്ടറിൽ സിമ്പത്തറ്റിക്കും പാരാസിമ്പത്തറ്റിക്കും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ യൂസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം. അടുത്തത് മിഡ്രിയാറ്റിക്സും മയോട്ടിക്സും ഡെഫൈൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഡെഫിനിഷൻ എഴുതുമ്പോൾ മിഡ്രിയാറ്റിക്സ് എന്ന് പറയുമ്പോൾ ടു ഡയലേറ്റ് പ്യൂപ്പിളും മയോട്ടിക്സ് ആണെങ്കിൽ ടു കൺസ്ട്രക്റ്റ് പ്യൂപ്പിളും ആണ്. സോ യു ഷുഡ് റൈറ്റ് എക്സാമ്പിൾ ഓഫ് ഡ്രഗ്സ് വിച്ച് പ്രൊഡ്യൂസ് മിഡ്രിയാറ്റിക് ആസ് വെൽ ആസ് മയോട്ടിക് എഫക്റ്റ്. അതായത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ, ബട്ട് നിങ്ങൾക്ക് മിഡ്രിയാറ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ പേരും മയോട്ടിക്കായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗിൻ്റെ പേര് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാം. അടുത്തത് മെൻഷൻ യൂസസ് ഓഫ് ആൻറ്റികോളിൻ എസ്ട്രേസ്. ആൻറ്റികോളിൻ എസ്ട്രേസ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അസ്റ്റീൽകോളിൻ്റെ ഹൈഡ്രോളിസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ. അസ്റ്റീൽകോളിൻ്റെ ഹൈഡ്രോളൈസ് ചെയ്യുന്ന എൻസൈമാണ് കോളിൻ എസ്ട്രേസ്. കോളിൻ എസ്ട്രേസ് അസ്റ്റീൽകോളിനെ ഹൈഡ്രോളൈസ് ചെയ്ത് അസറ്റേറ്റും കോളിനും ആക്കി മാറ്റുന്നു. സോ ബോഡിയിലുള്ള അസ്റ്റീൽകോളിൻ്റെ ലെവൽ എന്താകുന്നു? കുറഞ്ഞു പോകുന്നു. സോ ടു പ്രിവെൻറ്റ് ഹൈഡ്രോളിസിസ് ഓർ മെറ്റബോളിസം ഓർ ഡീഗ്രഡേഷൻ ഓഫ് അസ്റ്റീൽകോളിൻ, anticolin esterases are used. So anticolin esterase will degrade colin esterase enzyme. colin esterase enzyme പോയിട്ട് അവർ ഡീഗ്രേഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്ത് അസ്റ്റീൽകോളിൻ്റെ അവൈലബിലിറ്റി കൂട്ടുകയാണ് ഈ ഒരു ആൻറ്റികോളിൻ എസ്ട്രേസ് ചെയ്യുന്നത്. സോ ആ ഒരു എന്താണ് ആൻറ്റികോളിൻ എസ്ട്രേസ് എന്ന് ചെയ്താൽ ഡ്രഗ് ക്ലാസിഫൈ ചെയ്യാതെ ദെൻ യു ഷുഡ് റൈറ്റ് ദി യൂസസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് ഡ്രഗ്സ്. നെക്സ്റ്റ് മാനേജ്മെൻറ്റ് ഓഫ് ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ് ആണ്. സോ യു ഷുഡ് റൈറ്റ് ദി ആൻറ്റിഡോട്ട്. അതായത് എന്താ ഒരു ജനറൽ മാനേജ്മെൻറ്റ് ആദ്യം പറയാം, ദെൻ അട്രോപ്പിൻ ആൻഡ് പാരഡോക്സിൻ ഡ്രഗിനെ വെച്ചിട്ട് എഴുതണം. നെക്സ്റ്റ് അത് തന്നെയാണ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ്, പാരഡോക്സിൻ ആൻഡ് അട്രോപ്പിൻ. ആ 2 ഡ്രഗാണ് നമ്മൾ കൊടുക്കുന്നത്. ആ 2 ഡ്രഗ് എങ്ങനെ കൊടുക്കുന്നു, ഏത് IV ആണോ, IM ആണോ, ഓറൽ ആണോ, ആൻഡ് ഡോസ് എത്രയാണ്, എത്ര ഡ്യൂറേഷനിൽ ഈ ഡ്രഗ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം അവിടെ എഴുതാനായിട്ട്. അടുത്തത് വാട്ട് ആർ കോളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റേഴ്സ്. കോളിൻ എസ്റ്ററേസ് റിയാക്ടിവേറ്റേഴ്സിൽ വരുന്നതാണ് ഈ ഒരു പാരഡോക്സിൻ എന്ന് പറയുന്ന ഡ്രഗ്. കാരണം അസ്റ്റീൽകോളിൻ്റെ ലെവല്, അതായത് ഈ പറഞ്ഞ ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ടിൻ്റെ പോയ്സണിങ് എന്ന് വെച്ചാൽ എന്താ, അസ്റ്റീൽകോളിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് കൂടുക ചെയ്യുന്നത്. കാരണം ഓർഗാനോഫോസ്ഫറസ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏത് കാറ്റഗറിയിൽ വരുന്നതാ, ഈ ഒരു ആൻറ്റികോളിൻ എസ്ട്രേസിൽ വരുന്നതാണ്. അപ്പോൾ ആൻറ്റികോളിൻ എസ്ട്രേസ് ഡ്രഗ് ഒരുപാടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, അസ്റ്റീൽകോളിൻ്റെ ലെവല് ഭയങ്കരമായിട്ട് കൂടും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അസ്റ്റീൽകോളിൻ്റെ ലെവലിനെ കുറയ്ക്കണമെങ്കിൽ അസ്റ്റീൽകോളിനെ നമുക്ക് ഡീഗ്രേഡ് ആക്കി കളയണം. സോ ഡീഗ്രേഡ് ആക്കണമെങ്കിൽ ആര് വേണം, കോളിൻ എസ്ട്രേസ് എൻസൈം വേണം. അപ്പോൾ കോളിൻ എസ്ട്രേസ് എൻസൈമിനെ റിയാക്ടിവേറ്റ് ആക്കുന്ന ആൾക്കാർ വേണം നമ്മൾ ഈ പറയുന്ന പോയ്സണിങ്, ഓർഗാനോഫോസ്ഫറസ് പോയ്സണിങ്ങിന് കൊടുക്കാൻ. അപ്പോൾ കോളിൻ എസ്ട്രേസ് റിയാക്ടിവേറ്റേഴ്സ് ആണ് ഓക്സിംസ്, പാരഡോക്സിം അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അവിടെ പാരഡോക്സിം ആണ് ആ ഒരു ഡ്രഗ്, അതിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ
പറഞ്ഞാൽ മതി. ഇനി അടുത്തത് വൈ പ്രാരഡോക്സിം ഈസ് നോട്ട് എഫക്റ്റീവ് ഇൻ നിയോസ്റ്റിക്മിൻ പോയ്സണിങ്. നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിക്കോളിനെസ്ട്രേസിൻ്റെ പോയ്സണിങ് വരുമ്പോഴാണ് പ്രാരഡോക്സിൻ കൊടുക്കുന്നത്. പക്ഷേ ഓർഗാനോ ഫോസ്ഫറസിൻ്റെ പോയ്സണിങ്ങിന് മാത്രമേ നമുക്ക് പ്രാരഡോക്സിൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതേസമയം നിയോസ്റ്റിക്മിൻ്റെ പോയ്സണിങ് ആണെങ്കിൽ നമുക്ക് പ്രാരഡോക്സിൻ അവിടെ ആൻറ്റിഡോട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നാണ് അതിൻ്റെ റീസൺ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്ങിൽ കൊടുക്കുന്ന പ്രാരഡോക്സിമിന് അതിൻ്റെ ആക്ഷൻ തരണമെന്നുണ്ടെങ്കിൽ ഈ കോളിനെസ്ട്രേസ് എൻസൈമിൻ്റെ ആനയോണിക് സൈറ്റിൽ ചെന്നിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കോളിനെസ്ട്രേസ് എൻസൈമിൻ്റെ ആനയോണിക് സൈറ്റിൽ ചെന്നിട്ടാണ് പ്രാരഡോക്സിൻ ബൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ എൻസൈമിൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ ഈ ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ട് ഈ ഒരു ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്ങിനെ കുറയ്ക്കുകയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡ്രഗ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു നിയോസ്റ്റിക്മിൻ അല്ലെങ്കിൽ കാർബമേറ്റ്സിൻ്റെ പോയ്സണിങ്ങിന് നമുക്ക് ഈ പറയുന്ന പ്രാരഡോക്സിൻ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ കാർബമേറ്റ്സ്, അതായത് നിയോസ്റ്റിക്മിൻ, പിരിഡോസ്റ്റിക്മിൻ പോലുള്ള കാർബമേറ്റ്സ് ഈ ഒരു എൻസൈമിൻ്റെ ആനയോണിക് സൈറ്റിലാണ് ഓൾറെഡി ബൈൻഡ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ആൻറ്റിഡോട്ടായിട്ട് പ്രാരഡോക്സിൻ കൊടുത്തിട്ടും കാര്യമില്ല. കാര്യം പ്രാരഡോക്സിമിന് ബൈൻഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഈ ഒരു ആനയോണിക് സൈറ്റ്, എൻസൈമിൻ്റെ ആനയോണിക് സൈറ്റ് ഫ്രീ ആയിട്ടിരിക്കണം. പക്ഷേ നിയോസ്റ്റിക്മിൻ പോയ്സണിങ് അല്ലെങ്കിൽ കാർബമേറ്റ്സിൻ്റെ പോയ്സണിങ്ങിൻ്റെ കേസിൽ ഓൾറെഡി ഈ ഒരു സൈറ്റ്, ആനയോണിക് സൈറ്റ് അവിടെ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് ഈ കാർബമേറ്റ്സ്. അപ്പോൾ പ്രാരഡോക്സിൻ കൊടുത്താലും പ്രാരഡോക്സിമിന് ബൈൻഡ് ചെയ്യാനായിട്ട് അവിടെ ആ ഒരു സൈറ്റ് ഫ്രീ അല്ല, എൻസൈമിൻ്റെ സൈറ്റ് ഫ്രീ അല്ല. അപ്പോൾ ആ ഒരു കാരണം ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ഒരു നിയോസ്റ്റിക്മിൻ അല്ലെങ്കിൽ കാർബമേറ്റ്സിൻ്റെ പോയ്സണിങ്ങിന് പ്രാരഡോക്സിൻ കൊടുക്കില്ല. പ്രാരഡോക്സിൻ കൊടുത്തിട്ട് കാര്യമില്ല. സോ ആ ഒരു റീസണാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഓർഗാനോ ഫോസ്ഫറസ് പോയ്സണിങ്ങിന് നമുക്ക് പ്രാരഡോക്സിൻ കൊടുക്കാം. പക്ഷേ ഇൻ കേസ് ഓഫ് കാർബമേറ്റ്സ് ഓർ നിയോസ്റ്റിക്മിൻ പോയ്സണിങ് വരുമ്പോൾ അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു റീസണാണ് അവിടെ വരണത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫക്റ്റ് ഓഫ് അട്രോപ്പിൻ ഓൺ ഐ. അട്രോപ്പിൻ്റെ യൂസസ് ആണ് ഉദ്ദേശിക്കുന്നത്. കണ്ണിൽ എന്ത് എഫക്റ്റാണ് അട്രോപ്പിൻ കൊടുത്താൽ ഉണ്ടാകുന്നത്? മിഡ്രിയാറ്റിക്സ് ആണോ അതോ മയോട്ടിക് ആയിട്ടാണോ? ഏതാണ് അട്രോപ്പിൻ്റെ ആ ഒരു ആക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അട്രോപ്പിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ മിഡ്രിയാറ്റിക് ആണ്. അട്രോപ്പിൻ ആക്ച്വലി പ്യൂപ്പിളിനെ ഡയലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അട്രോപ്പിൻ്റെ എഫക്റ്റ് ഓൺ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അട്രോപ്പിൻ ഇൻഡ്യൂസ് മിഡ്രിയാസിസ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം എഴുതാം. മിഡ്രിയാറ്റിക് എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ എഴുതേണ്ടത്. പിന്നെ അട്രോപ്പിൻ്റെ യൂസസ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മെൻഷൻ ചെയ്ത് പോവാം. ദെൻ തെറാപ്യൂട്ടിക് യൂസ് ആൻഡ് ടോക്സിസിറ്റീസ് ഓഫ് അട്രോപ്പിൻ. അട്രോപ്പിൻ്റെ യൂസും അട്രോപ്പിൻ്റെ ടോക്സിസിറ്റീസ്, അതായത് അട്രോപ്പിൻ കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അട്രോപ്പിൻ്റെ ആ ഒരു ADR എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങൾ അവിടെ എഴുതിയാൽ മതി. അടുത്തത് വാട്ട് ഈസ് ദ റാഷണൽ ഇൻ യൂസിങ് അട്രോപ്പിൻ ആസ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ. എന്തുകൊണ്ടാണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷനിൽ അട്രോപ്പിൻ നമ്മൾ യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്താണ് പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്നുള്ളത് പറയാം. ദെൻ വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് അട്രോപ്പിൻ യൂസ്ഡ് ഫോർ പ്രീ അനസ്തെറ്റിക് മെഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? എല്ലാ സെക്രീഷൻസും ബ്ലോക്ക് ചെയ്യാൻ, അതായത് മസ്കാരനിക് ആക്ഷൻസ് എല്ലാം ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അട്രോപ്പിൻ കൊടുക്കുന്നത്. സ്വെറ്റിങ്, സലൈവേഷൻ, ലാക്രിമേഷൻ, അങ്ങനെ മസ്കാരനിക് റിസപ്റ്റാർസ് മീഡിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻസിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മസ്കാരനിക് ആൻറ്റഗോണിസ്റ്റ് ആയ അട്രോപ്പിൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു റീസണാണ് അവിടെ നിങ്ങൾ എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ അഡ്രിനർജിക് റിസപ്റ്റാർസിനെ നെയിം പറയാനാണ്. ബീറ്റ ആൻഡ് ആൽഫ അഡ്രിനർജിക് റിസപ്റ്റാർസ്. സോ അതിൻ്റെ സബ് ടൈപ്സും നിങ്ങൾക്ക് അവിടെ എഴുതാം. ആൽഫയുടെ സബ് ടൈപ്സും ബീറ്റയുടെ സബ് ടൈപ്സും അവിടെ ആക്ട് ചെയ്യുന്ന ഡ്രഗ്സും നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് അവിടെ പറഞ്ഞു പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രിനാലിനും ലിഗ്നോക്കൈനും കൂടെ എന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത്? സോ ലിഗ്നോക്കൈൻ ഇറ്റ്സ് എൻ ലോക്കൽ അനസ്തെറ്റിക് ആണ്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് കമ്പൈനിങ് അഡ്രിനാലിൻ വിത്ത് ലിഗ്നോക്കൈൻ? അതെന്തിനാ? അഡ്രിനാലിൻ നമ്മൾ ലിഗ്നോക്കൈൻ്റെ കൂടെ കൊടുക്കുന്നത് ലോക്കൽ അനസ്തെറ്റിക്കിൻ്റെ ആ ഒരു എഫക്റ്റിനെ പെർലോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രിനാലിൻ ഈ ഒരു ലിഗ്നോക്കൈൻ്റെ കൂടെ കൊടുക്കുന്നത്. സോ ആ ഒരു റീസണാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ഏതെങ്കിലും 4 ബീറ്റ ബ്ലോക്കേഴ്സിന് ലിസ്റ്റ് ഔട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ദെൻ ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഡ്രഗ്സിൻ്റെ തെറാപ്യൂട്ടിക് യൂസ്. സോ ബീറ്റ ബ്ലോക്കേഴ്സിൻ്റെ ഡ്രഗ്സ്, ഇൻഡിവിജ്വൽ ഡ്രഗ് എടുക്കുക, യൂസസ് എന്തൊക്കെയാണെന്നുള്ളത് കോമൺ ആയിട്ടൊരു കോമൺ ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം.
അപ്പോൾ ഓരോ യൂസ് നിങ്ങൾ എഴുതുമ്പോൾ ബീറ്റാ ബ്ലോക്കിംഗ് ഏജൻസിൽ പ്രൊപ്രാനലോൾ, അറ്റനലോൾ അങ്ങനെ കുറേ ഡ്രഗ്സ് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ ഡ്രഗും നിങ്ങൾക്ക് യൂസസ് എന്താണെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്ത് ഓരോ യൂസുകൾ പറയാം. ബ്രാക്കറ്റിൽ ഏത് ഡ്രഗാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ അവിടെ നിങ്ങൾക്ക് എഴുതാം. അടുത്തത് ദ റാഷണാലെ ഫോർ ഗിവിങ് പ്രൊപ്രാനലോൾ ഇൻ അക്യൂട്ട് സിറ്റുവേഷൻസ് ഓഫ് നെർവസ്നെസ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊപ്രാനലോൾ ഈ ഒരു നെർവസ്നെസ് വരുമ്പോൾ കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ, അപ്പോൾ എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ ഒരു പ്രൊപ്രാനലോൾ നമുക്കറിയാം, പ്രൊപ്രാനലോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് ബീറ്റും ഹാർട്ട് റേറ്റൊക്കെ കുറയ്ക്കുന്ന ഒരു കഴിവുണ്ട്. അപ്പോൾ നമ്മൾ നെർവസ് ആവുക അല്ലെങ്കിൽ നമ്മൾ ആൻഷ്യസ് ആകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബ്രെയിനിലെ അഡ്രിനാലിൻ അതുപോലെ നോറഡ്രിനാലിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ റിലീസ് കൂടും അല്ലേ. നമ്മൾ നെർവസ് ആവുക, പേടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു എന്തെങ്കിലും കണ്ട് പെട്ടെന്ന് പേടിച്ചു, അപ്പോൾ നമ്മുടെ ബോഡിയിൽ റിലീസാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അഡ്രിനാലിനും നോറഡ്രിനാലിനും ഒക്കെ ആയിരിക്കും. അപ്പോൾ അഡ്രിനാലിൻ നോറഡ്രിനാലിൻ റിലീസ് കൂടി എന്ത് സംഭവിക്കും, ഹാർട്ടിൽ ചെന്ന ആക്ഷനാണ് അവർക്കുള്ളത്. സോ നമ്മുടെ ഹാർട്ട് റേറ്റ്, ഹാർട്ട് ബീറ്റ്, BP എല്ലാം ഒറ്റയടിക്കങ്ങ് റേസ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു എഫക്ട്സിനെ കുറയ്ക്കണം നമുക്ക്. അപ്പോൾ ഈ ഒരു പ്രൊപ്രാനലോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബീറ്റാ അഡ്രിനർജിക് ബ്ലോക്കിംഗ് ഡ്രഗ് ആണ്. അപ്പോൾ ആക്ച്വലി അഡ്രിനാലിൻ നോറഡ്രിനാലിനൊക്കെയാണ് നമ്മൾ നെർവസ് ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആൻഷ്യസ് ആയിട്ടിരിക്കുമ്പോൾ റിലീസ് ആകുന്നത്. അപ്പോൾ ഈ രണ്ട് ഡ്രഗിൻ്റെയും ആക്ഷൻ എങ്ങനെയാണ്, ആൽഫ അല്ല അഡ്രിനർജിക് അഗോണിസ്റ്റുകളാണ് ഇവർ. അപ്പോൾ നമുക്ക് അഡ്രിനർജിക് ആൻറ്റഗോണിസ്റ്റായ പ്രൊപ്രാനോൾ വേണം അവിടെ കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രൊപ്രാനോൾ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഹാർട്ട് റേറ്റും അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റും BPയും എല്ലാം കുറച്ചിട്ട് ആ ഒരു ആൻസൈറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു നെർവസ്നെസ് ഉണ്ടാകുന്ന ആ ഒരു സൈൻ എന്തൊക്കെയാണ് അതിനെല്ലാത്തിനെയും റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പ്രൊപ്രാനലോൾ ഈ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ നെർവസ്നെസ് വരുമ്പോൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു റീസൺ. അടുത്തത് സ്കെൽറ്റൽ മസിൽ റിലാക്സൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു 4 ഡ്രഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ 4 ഡ്രഗ്സിൻ്റെ പേര് എഴുതാം അവിടെ. ദെൻ അതിൻ്റെ യൂസസ് ആണ് ചോദിച്ചിരിക്കുന്നത്, തെറാപ്യൂട്ടിക് യൂസ്. ദെൻ 4 ഡ്രഗ്സ് യൂസ്ഡ് ഇൻ മയാസ്തീനിയ ഗ്രാവിസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിയോസ്ട്രിക്വിൻ എഴുതണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കോർട്ടിക്കോസ്റ്റെറോയിഡ് ഉണ്ട്, ഇമ്മ്യൂണോ സപ്രസൻറ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഡ്രഗ്സ് 4 ഡ്രഗിൻ്റെ പേര് നിങ്ങളവിടെ എഴുതിയാൽ മതി. ദെൻ ഗ്ലോക്കോമ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ടൈപ്സ് ഓഫ് ഗ്ലോക്കോമ, ഓപ്പൺ ആംഗിളും ക്ലോസ്ഡ് ആംഗിളും 2 ടൈപ്പ് വരുന്നുണ്ട്. രണ്ടിലും ഉപയോഗിക്കുന്ന ഡ്രഗ്സും കൂടെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് എഴുതാം. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗ്ലോക്കോമയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്രഗിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ ഉണ്ട്. സോ ആ ഡ്രഗ് ക്ലാസിഫൈ ചെയ്യുക, ഏതെങ്കിലും 2 ക്ലാസ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എഴുതാം. ദെൻ യൂസസും കൂടെ എഴുതാം. സോ ഇത്രയും ക്വസ്റ്റ്യൻസാണ് യൂണിറ്റ് 3യിൽ നിന്നും വരുന്നത്.